Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിന്റെ ചാർട്ടിലോട്ടൊന്ന് പോയിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യേണ്ട രണ്ട് സ്റ്റോക്കുകൾ നോക്കാം. അതിന്റെ മൂവ്മെന്റ് ഒക്കെ നമുക്ക് വാച്ച് ചെയ്യാം. സ്റ്റോക്കുകളൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെതായുള്ള രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നിഫ്റ്റി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്നൊരു 97 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം 25,000 മുകളിലോട്ട് ഇന്നും പോയി, പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ട് നിഫ്റ്റിയിൽ താഴത്തോട്ട് തന്നെ വന്നു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഡോജി ക്യാൻഡിലാണ് ഒരു ചെറിയൊരു രണ്ട് സൈഡിലും വിക്കും ചെറിയൊരു ബോഡി ആയിട്ടുള്ള ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് നിഫ്റ്റിയിൽ. അപ്പം മിക്കവാറും ഒരു ഡയറക്ഷൻ കിട്ടാണ്ട് നിഫ്റ്റി നിൽക്കുകയാണ്. മിക്കവാറും മേലോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇന്നലത്തെ ക്യാൻഡിൽ താഴത്തോട്ടൊന്നും നിഫ്റ്റി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് മിക്കവാറും മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നമ്മൾ പറഞ്ഞ റേഞ്ച് 25,000 മുകളിലൊന്ന് സസ്റ്റെയിൻ ചെയ്ത് 25,300 ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിലും ഇന്ന് ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് ഇന്ന് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നത്. ചെറിയൊരു മൈനസ് ആണ്. പക്ഷെ എന്നാലും ഒരു നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ വീണ്ടും സ്മോൾ ക്യാപ്പ് ഒരു വീക്ക്നെസ് കാണുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ നിഫ്റ്റിയിലായിരുന്നു കൂടുതൽ വീക്ക്നെസ്. ഇന്ന് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. നമുക്ക് എപ്പോഴും സ്റ്റോക്കുകൾ സെലക്ട് മുമ്പ് നമുക്ക് ഇൻഡെക്സുകൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് അനലൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രോബിലിറ്റി കൂടുതലായിട്ട് കിട്ടും. സ്റ്റോക്കുകളുടെ ഒരു മൂവ്മെന്റ് ഒക്കെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപിന്റെ ചാർട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റും വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോൾ ക്യാപ്പുള്ള സ്റ്റോക്കുകളുടെ ഒക്കെ ഒരു മൂവ്മെന്റ് അതിനോട് ആയിട്ട് ചേർന്നിട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചാർട്ടുകളൊക്കെ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ രണ്ട് സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മിഡ് ടൈമിലേക്ക് പറഞ്ഞ സ്റ്റോക്കുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അതിൻ്റെ മൂവ്മെന്റ് ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാം, പിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് ഒരു രണ്ട് സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ്, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആദ്യത്തെ ഒരു സ്റ്റോക്ക് ഡെക്കൻ സിമെന്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് 2% ഒരു മൂവ്മെന്റ് ഇന്ന് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ഈ ലൈനൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റോക്കിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയറിയാം, നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഏകദേശം ഈ റേഞ്ചിൽ നിന്ന് ഒരു 390 വരെ പോയിട്ട് 2023 ശേഷം സ്റ്റോക്ക് നല്ല രീതിയിൽ മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വീക്ക്ലി ചാർട്ടിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടുന്ന് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ ഒരു ടച്ച് ചെയ്തതിനു ശേഷം വീണ്ടും മൂന്നാമത്തെ ഈ റേഞ്ചിൽ വന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വീക്ക്ലി ചാർട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡെയിലി ചാർട്ടിലോട്ട് പോകാം. നമ്മളെപ്പോഴും സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്കുള്ള രീതിയിൽ അനലൈസ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഒരു ലോങ് ടൈമിലേക്ക് ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ക്യാൻഡിൽ എടുത്തിട്ട് ആ സ്റ്റോക്കിന്റെ ട്രെൻഡാണ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ ഈസി ആയിരിക്കും. അതുപോലെ എവിടെ നിന്നാണ് എൻട്രി എടുക്കേണ്ടത് നമുക്ക് എന്താ ആ റേഞ്ച് കണ്ടുപിടിക്കാനും അതിനൊക്കെ നമുക്ക് ഈ ടെക്നിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഫണ്ടമെന്റലായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ഒരിക്കലും എവിടെ നിന്നാണ് എൻട്രി നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രെൻഡ് ലൈനും നോക്കിക്കഴിഞ്ഞാലും ഈ റേഞ്ച് ഉണ്ട്. അവിടെ ബ്രേക്ക് ഔട്ട് നടന്നു, നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്റ്റോക്കിൽ. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ഓവറോൾ മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയറിയാം. ഓക്കെ, ഈ ഒരുപാട് നാളത്തെ ഒരു റേഞ്ച് ആയിരുന്നു ഈ ഒരു റേഞ്ച് അല്ല. നമ്മൾ ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ഇതായിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. അതിനുശേഷം വീണ്ടും കണ്ടു ഇവിടുന്നും അതുപോലെ ചെറിയൊരു കൺസോൾട്ടേഷൻ നടന്നു, വീണ്ടും നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലേ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റേഞ്ചിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ നമുക്ക് ഏകദേശം ഒരു മൂവ്മെന്റ് കിട്ടിയത് ഒരു 21% മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഉണ്ടോ, ഈ റേഞ്ച് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഏകദേശം നമുക്ക് കിട്ടിയത് ഒരു 21, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതിൽ കിട്ടിയത്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞ പോലെ നമുക്ക് കണ്ട ഈ റേഞ്ച് ഇപ്പൊ നല്ലൊരു കൺസൾട്ടേഷൻ, ഇതിനേക്കാൾ കൂടുതൽ നല്ലൊരു കൺസൾട്ടേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഉണ്ടോ ഈ റേഞ്ച് ഒരു കൺസൾട്ടേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്നിക്കലൊക്കെ ആളുകൾക്ക് പഠിക്കാനൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിൽ ചെയ്യുന്നത്.
ഇപ്പോൾ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് അതേപോലെ ഒരു ട്രെൻഡല്ല, നമുക്ക് ഒരു പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ രീതിയിൽ നമുക്ക് എൻ്റെ അടുത്ത് പരിശീലിക്കാവുന്നതാണ്. ഇതിന് താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ്, ഇതിന് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോക്ക് നല്ല ബെയർ ഷോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് നമുക്ക് ഈ റേഞ്ചൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്, ഈ റേഞ്ച് സ്റ്റോപ്പ് ലോസ് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഞ്ചിലായിരിക്കും നമുക്ക് എൻട്രി വരുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. ഞാൻ എൻ്റെ കളറൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രീൻ 1114 റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഒരു എൻട്രി നിങ്ങൾക്കൊരു പേപ്പർ ട്രേഡിംഗ് പോലെ കൺസിഡർ ചെയ്യാം. ഇവിടുന്ന് ഈ താഴെ വരെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 8% അടുത്ത്, 8%-നെക്കാട്ട് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഈ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഒരു 20% ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിലൊരു 1:1.5 ഒക്കെ എടുക്കാം. അപ്പോൾ 12% ഒക്കെ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു 1250 ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ടാർഗറ്റ് വെച്ചിട്ടൊരു ഷോർട്ട് ടൈമിലേക്കൊക്കെ നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതായത് ഞാൻ പറഞ്ഞ പേപ്പർ ട്രേഡിംഗ് ആണ്, റിയൽ മണി അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. കറക്റ്റായിട്ടുള്ള 1020 റേഞ്ചൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇന്നത്തെ ദിവസങ്ങളിൽ ചെറിയൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. വേണ്ട, ഇത് രണ്ടാമത് ഈ സ്റ്റോക്ക് മേലോട്ട് കയറുമ്പോൾ കണ്ട നല്ലൊരു വോളിയം ബിൽഡപ്പ് വരുന്നുണ്ട്. താഴത്തോട്ടൊക്കെ വരുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് ചെറിയൊരു വോളിയം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി കൺഫർമേഷൻ ആയി സ്റ്റോക്ക് മേലോട്ട് പോകുന്നുള്ള ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്. ഇത് നിങ്ങൾക്കൊന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടാം. രണ്ടാമതൊരു സ്റ്റോക്ക് നൈക്ക എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് 2% മൂവ്മെന്റ് ഉണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പ് പൊതുവെ വീക്കായിരുന്നു, എന്നാലും ചില സ്റ്റോക്കുകളിലൊക്കെ നല്ല മൂവ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റോക്കിന്റെ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുറച്ച് നാളായിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു മന്ത്ലി ക്യാൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 428, 429 വരെ ഈ ഒരു സ്റ്റോക്ക് പോയ സ്റ്റോക്കാണ്. അപ്പോൾ ഏകദേശം അതിന്റെ പകുതി 50% അടുത്താണ് ഇപ്പോൾ ട്രേഡ് ചെയ്തത്. അപ്പോൾ അതിന്റെ നോക്കിയാൽ മന്ത്ലി ക്യാൻഡിലാണെങ്കിലും നല്ലൊരു സ്ട്രോങ് ക്യാൻഡിലാണ്, വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും നല്ല ഒരുവിധം സ്ട്രോങ് ക്യാൻഡിലാണ്. പറയുന്നത് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിലും ഓക്കെ, നല്ല രീതിയിലുള്ള ഒരു ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ 230 ഒക്കെ എബോ ഒക്കെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പേപ്പർ ട്രേഡിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് കണ്ട ഈ റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒരു 3% സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു 6% അല്ലെങ്കിൽ ഒരു 5% നമുക്ക് ടാർഗറ്റ്, ഒരു 5% ടാർഗറ്റ് നമുക്ക് ഷോർട്ട് ടൈം വയ്ക്കുക. അതായത് 241 ടാർഗറ്റും ഒരു 222 റേഞ്ച് സ്റ്റോപ്പ് ലോസും വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. പിന്നെ ടാർഗറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ട്രൈലിംഗ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് പേപ്പർ ട്രേഡിങ്ങിന് അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മേലോട്ട് കൊണ്ടുപോകാം. കാരണം ഇതിന്റെ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ റേഞ്ച് ഒക്കെ റെസിസ്റ്റൻസ് ആണ് 250. പിന്നെ വരുന്നത് ഇവിടെയാണ് ഈ 300 റേഞ്ചൊക്കെ. അപ്പോൾ ഈ സ്റ്റോക്കും ഈ രണ്ട് സ്റ്റോക്കുകൾ വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാവുന്ന രണ്ട് സ്റ്റോക്കുകളാണ്. അതുപോലെ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്, നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒക്കെ നമുക്ക് ലൈവ് മാർക്കറ്റിലൊക്കെ നല്ല ചാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്